എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേടി? ഇവൾക്ക് ഇങ്ങനെ ഒരു കാമുകനുണ്ടെന്നുള്ള കാര്യം നിന്നോട് ഇവള് പറഞ്ഞില്ലായിരുന്നോടി? എന്റെ മോക്ക് അങ്ങനെ ഒരു കാമുകനില്ല. ആ വീട്ടിലേക്ക് മോള് ചെന്നത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരാ മോൾക്ക് പേരുദോഷം ഉണ്ടാക്കിയത്. പിള്ളേരൊക്കെ ഒന്ന് പൊക്കോട്ടേ, അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള മറുപടി തരാം. കണ്ണിൽ കണ്ടവനൊക്കെ രാത്രിയിൽ മുറിയിലേക്ക് ക്ഷണിച്ചിട്ട് അവിടെ നിന്നും മോങ്ങുന്നു. നീ നിന്റെ കെട്ടിയോന്റെ കർണത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചാലും ചിലപ്പോ അവൻ സഹിച്ചെന്ന് വരും. പക്ഷെ ഇതുണ്ടല്ലോ, ഒരാണും സഹിക്കില്ല. വാ മോളെ. വേണ്ട മോളെ, ഇനി മോൾ അങ്ങോട്ട് പോണ്ട. ഈ കല്യാണം വേണ്ട വേണ്ടെന്ന് 1000 തവണ അമ്മ പറഞ്ഞത്, അതൊന്നും മോള് കേട്ടില്ല. ഗുരുവായൂരപ്പൻ കൊണ്ടുതന്ന ബന്ധമാണെന്നൊക്കെ മോൾ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പൊ ആരെയും തിരുത്താനൊന്നും നോക്കണ്ട. അവര് തിരിച്ചു പോകുമ്പോ മോളില്ലാതെ പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ. മോനെ കണ്ണാ, അവള് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുക. ഒരിക്കലും അവളെ കാണുന്ന കണ്ണോടെ എന്റെ മോളെ കാണരുത്. മോന്റെ മുഖം തന്നെ വിളിച്ചു പറയുന്നുണ്ട് മോന്റെ ഉള്ളിൽ എന്താണെന്ന്. ഇനിയിപ്പോ കൂടുതൽ സംസാരത്തിന്റെ ഒന്നും ആവശ്യമില്ല. തിരികെ പോകുമ്പോ അവളെ ഇവിടെ നിർത്തിയിട്ട് വയ്ക്കോ. മോന്റെ വീട്ടിന് ചേരാത്ത മരുമകളെ ഇനി കൂടെ കൂട്ടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആ, അത് തന്നെയാണ് നല്ല തീരുമാനം. അതെ, എന്റെ മോക്ക് പേരുദോഷം ഉണ്ടാക്കിയവളെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണ്ട. അവൾ ഇവിടെ നിന്ന് കാലം കഴിക്കട്ടെ. കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വലിയ സങ്കടമുണ്ട്. ഏട്ടന് ഇഷ്ടമല്ലെങ്കിൽ അത് നേരത്തെ തന്നെ ലക്ഷ്മി അടുത്തേക്ക് പറയായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നത്. എല്ലാവരും കരുതുന്ന പോലെ എന്റെ അമ്മ ഉൾപ്പെടെ ഈ ബന്ധത്തിനെതിരായിരുന്നു. അവിടെയൊക്കെ ഈ കല്യാണം മതി എനിക്കെന്ന് തറപ്പിച്ച് പറഞ്ഞത് ഞാനാ. അവിടെ എന്റെ അമ്മ പോലും തോറ്റുപോയത്. മോന്റെ ഇരുത്തം കണ്ടില്ലടി, എല്ലാം നഷ്ടപ്പെട്ട പോലെ മോൻ ഇരിക്കുന്നേ. അത് പിന്നെ അതിന് അത്ഭുതമുണ്ടോ പ്രതാപ? ഇവളുടെ ആദ്യത്തെ കിട്ടിയവന്റെ കുഞ്ഞാണെങ്കിലും അവളെ നീ തല്ലി വളർത്താതെ ഒരുപാടങ്ങ് ലാളിച്ചു. അതിന്റെ ഫലമായി ഇത്. ലാളിച്ചെന്ന് കരുതി എല്ലാവരും വഴിതെറ്റി പോവോ മുത്തശ്ശി? എന്റെ കുഞ്ഞു വഴിതെറ്റി പോയിട്ടില്ല. ആരോ കരുതിക്കുട്ടി ചെയ്ത ചതിയില് എന്റെ മോള് പെട്ടുപോയതാ. ഇതിനു മുമ്പ് ഞങ്ങളുടെ തറവാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. മോൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താടി? നിന്റെ മോള് കമലേശ്വരം തറവാട്ടിലേക്ക് കയറി ചെന്നതിന് ശേഷമാണ് ആ കുടുംബത്തിന് പേരുദോഷം ഉണ്ടായെന്ന മോൻ പറഞ്ഞത്. അതുകൊണ്ടാ കണ്ണാ
തിരികെ പോകുമ്പോ അവളെ കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞത്. കണ്ണേണ്ടെന്താ ഒന്നും പറയാത്തത്? മഹാലക്ഷ്മിയുടെ തീരുമാനം എന്താ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല കണ്ണേട്ടാ. ഇന്നലെ രാത്രി നമ്മുടെ ബെഡ്റൂമിലേക്ക് വന്നയാളെ എനിക്കറിയില്ല. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.